نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزر نکن زندگی موزر ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ? വി വാണ്ട് ടു ടേക്ക് എ ന്യൂ വീഡിയോ ടുഡേ. നമുക്ക് ഇന്ന് ഒരു അടിപൊളി ഒരു വീഡിയോ എടുക്കണം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം we already learned that എന്താ പറയുക ചാപ്റ്റേഴ്സ് യൂണിറ്റ്സ് എല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൻ്റെ we wanna take a new video about English important parts. Are you ready for the fight? Okay, then അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ രണ്ടാമത്തെ യൂണിറ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. രണ്ടാമത്തെ യൂണിറ്റ് ഐ തിങ്ക് യുവർ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിന്റെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. Are you ready? അപ്പോൾ ഇംഗ്ലീഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിന് മുമ്പേ ഫസ്റ്റ് ഞാൻ പറയുന്നത്, നമ്മൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വേഗം പോവുക, ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അത് ഞെക്കി കൊടുക്കുക, പിന്നെ ലൈക്ക്, ഡോണ്ട് ഫോർഗെറ്റ് ദ ലൈക്ക്. ഓക്കെ, യെസ് ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇംഗ്ലീഷിൻ്റെ കാര്യവും മലയാളത്തിൻ്റെ കാര്യമൊക്കെ നമുക്ക് എവിടുന്നാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ എന്ത് ചോദ്യം വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. യെസ്, അപ്പോൾ ഇംഗ്ലീഷും മലയാളവും ഒക്കെ നമുക്ക് പറയാനുള്ളത്, മലയാളം ഓൾറെഡി കഴിഞ്ഞു, ഇറ്റ്സ് ഓവർ. മലയാളം ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ ഇംഗ്ലീഷ് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ ആ ഒരു പാർട്ടിലുള്ള രണ്ടാമത്തെ ആ ഒരു എന്താ പറയുക ചാപ്റ്റർ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എന്താ എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ആ ചാപ്റ്ററിൽ എന്താ പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഈ ഒരു ചാപ്റ്ററിൽ ഷൂ മേക്കറുടെയും അല്ലേ അവർ വന്ന് സഹായിക്കുന്നതും എന്താണ് സംഭവം എന്നുള്ളതൊക്കെ നിങ്ങൾ നന്നായിട്ട് അത് അറിഞ്ഞിരിക്കണം. അത് നിർബന്ധമാണ്. യു ഷുഡ് നോ വാട്ട് ഈസ് ഇൻ ദ ചാപ്റ്റർ. നിങ്ങൾക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം വാട്ട് ഈസ് ഇൻ ദ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ എന്താണ് എന്നുള്ളത് യു ഷുഡ് നോ, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, നിർബന്ധമാണ്. ഓക്കെ, യെസ് ഗൈസ്, വി ആർ മൂവിങ് ഓൺ. അപ്പോൾ നമുക്ക് ഞാനിവിടെ ആക്ടിവിറ്റിയിലേക്ക് പോവാണ്. ആക്ടിവിറ്റിയിൽ ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തുതന്നെയായാലും എനിക്ക് ആക്ടിവിറ്റിയിൽ ഇവിടെ പറയാനുള്ളത്, നമുക്ക് എന്തായാലും ഒരു കോൺവെർസേഷൻ വരുമെന്നാണ്. ഒരു കോൺവെർസേഷൻ എന്തായാലും ഉണ്ടാവും. ഒരു കോൺവെർസേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ എഴുതും എന്നുള്ളതാണ് അല്ലേ. എങ്ങനെ എഴുതും ഒരു കോൺവെർസേഷനിൽ നമുക്ക് അല്ലേ, നമ്മൾ സാധാരണ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് വാട്ട് ഈസ് യുവർ നെയിം അല്ലേ, വാട്ട് എന്താണ് അല്ലേ, വാട്ട് എന്ന് ചോദിച്ചാൽ എന്താ, വാട്ട് എന്ത് അല്ലേ, ഹൗ എങ്ങനെ അല്ലേ, വിച്ച് നമുക്ക് ചോദിക്കാം അല്ലേ, വിച്ച് ചോദിക്കാം. പിന്നെയോ ഹൗ മെനി ചോദിക്കാം, ഹൗ മെനി അല്ലേ, ഹൗ മച്ച് അല്ലേ. പിന്നെയോ വൈ എന്തുകൊണ്ട് അല്ലേ, വൈ എന്തുകൊണ്ട്, വിച്ച് അല്ലേ, വിച്ച് അല്ലേ, ഏത് അല്ലേ, വിച്ച്, വാട്ട് എന്ത്, ഹൗ എങ്ങനെ അല്ലേ, വാട്ട് ഈസ് യുവർ നെയിം എന്താണ് നിന്റെ പേര് അല്ലേ, വാട്ട് ഈസ് യുവർ നെയിം, ഹൗ ആർ യു എങ്ങനെയുണ്ട് അല്ലേ, വിച്ച് ഈസ് ദിസ് ഏതാണ് ഇത് അല്ലേ, ഹൗ മെനി കാർസ് യു ഹാവ് നിനക്ക് എത്ര കാർ ഉണ്ട് അല്ലേ, നിനക്ക് ഹൗ മെനി കാർസ് യു ഹാവ് നിനക്ക് എത്ര കാറുണ്ട്. പിന്നെ ഹൗ മച്ച് അല്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു പിന്നെ കിലോമീറ്ററോ അല്ലെങ്കിൽ എത്ര പൈസയാന്നൊക്കെ നമുക്ക് ചോദിക്കാം ഹൗ മച്ച് എത്ര മണിയാണ് അല്ലെ, ഹൗ മച്ച് മണി അല്ലെ, എത്രയാണ് അല്ലെ. പിന്നെ വൈ എന്തുകൊണ്ട് അല്ലെ, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. വാട്ട്, വിച്ച്, വൈ അല്ലെ, വെൻ എപ്പോ, വേർ അല്ലേ, എവിടെ അല്ലേ, വേർ യു ആർ ഗോയിങ് എവിടെയാണ് നീ പോകുന്നത്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളുടെ ഒരു കോൺവെർസേഷൻ വന്നു കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലേ. ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അടുത്തൊരു സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് മൈ ഗോഡ് വാട്ട് ഈസ് ദിസ്, ഐ തിങ്ക് വി വാണ്ട് എ ബ്ലാങ്ക്. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് വേറെ അല്ലേ, മേ ഒക്കെ വെച്ചിട്ട് നമുക്ക് ചോദിക്കാം. മേ ഐ ഗോ ഞാൻ പോയിക്കോട്ടെ, മേ ഐ ഗോ ഞാൻ പോയിക്കോട്ടെ. മേ ഐ വെച്ചാൽ നമുക്ക് എന്താ അല്ലേ, ഞാൻ പോയിക്കോട്ടെ. മേ ഐ ഗോ, മേ ഐ ഈറ്റ് ഞാൻ ഫുഡ് കഴിച്ചോട്ടെ. മേ ഐ അല്ലേ, എവിടെ നമുക്ക് കൊടുക്കാം, മേ ഐ ഈറ്റ് ഞാൻ കഴിച്ചോട്ടെ. മേ ഐ സ്പീക്ക് ഞാൻ എന്തായിക്കോട്ടെ സംസാരിച്ചോട്ടെ. May I watch
മൂവി, ഞാൻ എന്ത് കണ്ടോട്ടെ, ഞാൻ സിനിമ കണ്ടോട്ടെ, ഇതൊക്കെ നമുക്ക് എന്താ പറയുക കോൺവെർസേഷനിൽ ഉപയോഗിക്കാം. ഈ സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കോൺവെർസേഷനിൽ ഉപയോഗിക്കാം. മേ ഐ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ നമുക്ക് കോൺവെർസേഷനിൽ ഉപയോഗിക്കാം. പിന്നെ കുഡ് യു പ്ലീസ് ടേക്ക് ദാറ്റ്, അല്ലേ, കുഡ് യു പ്ലീസ്, അത് നമുക്ക് ഉപയോഗിക്കാം. കുഡ് യു പ്ലീസ് ഓപ്പൺ ദ ഡോർ. ഇതൊക്കെ നമ്മൾ കോൺവെർസേഷൻ ഉപയോഗിക്കും. കുഡ് യു പ്ലീസ് ഓപ്പൺ ദ ഡോർ. പിന്നെയോ കുഡ് യു പ്ലീസ് കം ഹിയർ. ഒന്നിവിടെ വരെ വരുമോ, കുഡ് യു പ്ലീസ് ഓപ്പൺ ദ ഡോർ. ആ ഡോർ ഒന്ന് തുറക്കുവോ, ആ ഡോർ ഒന്ന് തുറക്കുവോ, അല്ലെ, നമ്മൾ ചോദിക്കാണ് കുഡ് യു പ്ലീസ് കം ഹിയർ, ഒന്നിവിടെ വരെ വരുമോ. കുഡ് യു പ്ലീസ് ബൈ സം ഫുഡ്, എനിക്ക് കുറച്ച് ഫുഡ് വാങ്ങി തരുമോ, അല്ലേ. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. അതേപോലെ തന്നെ മേ ഐ ഗോ, അല്ലേ. പിന്നെ നമ്മൾ മറ്റേത് പറഞ്ഞാൽ എന്താ, പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഈ സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മളുടെ ഈ കോൺവെർസേഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. നമുക്കറിയാം ഒരു കോൺവെർസേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാം. പിന്നെ അടുത്തൊരു സംഭവം വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോൺവെർസേഷൻ എന്തായാലും വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അടുത്തത് പിന്നെ വരാനുള്ളത് ഡിസ്ക്രിപ്ഷൻ ആണ്. ഡിസ്ക്രൈബ് ചെയ്യാൻ എന്തായാലും വരും. ഡിസ്ക്രൈബ് ചെയ്യാൻ എന്തായാലും വരും. ഈ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് അറിയേണ്ടതാണ് ഓണ്, ഇന്ന്, അപ്പ്, ഡൗണ്, അതേപോലെ തന്നെ നിയർ, ഇൻ ഫ്രണ്ട്, പിന്നെയോ ബിഹൈൻഡ്. ഇതൊക്കെ നമുക്ക് അറിയണം. ഒരു ഡിസ്ക്രൈബ് പിക്ചർ, ഓൺ എന്ന് പറഞ്ഞാൽ മുകളിൽ, അല്ലെ, അപ്പ് ഓൺ എന്നൊക്കെ പറഞ്ഞാൽ മുകളിൽ, ഇന്ന് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, ഡൗൺ എന്ന് പറഞ്ഞാൽ താഴെ, നിയർ എന്ന് പറഞ്ഞാൽ അടുത്ത്, ഇൻ ഫ്രണ്ട് എന്ന് പറഞ്ഞാലോ ഫ്രണ്ടിൽ, ബിഹൈൻഡ് എന്ന് പറഞ്ഞാലോ ബാക്കിൽ, അല്ലെ. ഈ സാധനങ്ങളൊക്കെ നമുക്ക് അറിയണം, അല്ലെ. ഒരു നല്ലൊരു പിക്ചർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ എഴുതി കൊടുക്കാം, ദിസ് ഈസ് എ വണ്ടർഫുൾ, അല്ലെ, വണ്ടർഫുൾ പിക്ചർ. ദിസ് ഈസ് എ വണ്ടർഫുൾ പിക്ചർ എന്ന് എഴുതി കൊടുക്കാം. നല്ലൊരു പിക്ചർ ആണെങ്കിൽ വണ്ടർഫുൾ പിക്ചർ, അല്ലെ. there are, അവിടെ, അല്ലെ, there are, ആ പിക്ചറില് there are so many trees. ആ പിക്ചറിൽ so many trees ഉണ്ട്. ഇനി ട്രീസ് അല്ല ബിൽഡിങ്സ് ആണെങ്കിലോ എഴുതി കൊടുക്കാം, there are so many buildings. ഇനി ആ ബിൽഡിങ്സ് പോട്ടെ, കാർ ആയിക്കോട്ടെ, there are so many cars, അല്ലെ. അങ്ങനെ നമുക്ക് എന്താണോ ആ ചിത്രത്തിൽ കാണുന്നത് അത് എഴുതി കൊടുക്കാം, അല്ലെ. the boy, ഇനി ഒരു ബോയിനെ അവിടെ കാണുകയാണ്, അല്ലെ. the boy riding, ഒരു ബോയ് എന്ത് ചെയ്യുന്നുണ്ട്, റൈഡിങ് പറയൂല, ഡ്രൈവിംഗ് പറയൂ. റൈഡിങ് എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്തായിരിക്കണം, ബൈക്കൊക്കെയാണ്, ബൈക്ക് അതുപോലെ സൈക്കിളൊക്കെയാണ് റൈഡിങ് എന്ന് പറയും. നമുക്ക് എ ബോയ് റൈഡിങ് എ ബൈക്ക്, അല്ലെ. ബോയ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സൈക്കിൾ, ഒരു ബൈക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓടിച്ചോണ്ടിരിക്കുന്നുണ്ട്, അല്ലെ. ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം, ഡിസ്ക്രൈബ് ചെയ്യാം. പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ എന്തായാലും വരും. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു സംഭവം ഉണ്ട് ഇവിടെ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ആഡ് ഉണ്ടാക്കാൻ നമുക്ക് എന്തായാലും അറിയണം. ആഡ് ഉണ്ടാക്കുമ്പോൾ നിർബന്ധമായിട്ടും പിക്ക് വേണം. അതേപോലെ തന്നെ ഇവിടെ എഴുതുന്ന അക്ഷരങ്ങൾ കളർഫുൾ ആയിട്ട്, പിക്ക് വേണം, അക്ഷരങ്ങൾ കളർഫുൾ ആയിരിക്കണം. അതേപോലെ തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ, സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെതായിട്ടുള്ള ഓരോ എന്താ പറയുക, ഈ എമൗണ്ട്, അതേപോലെ തന്നെ ഇതൊക്കെ ആഡ്, ഒരു പരസ്യം എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം, അല്ലേ. അത് നമ്മൾ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അക്ഷരങ്ങളുടെ വലുപ്പം, ചില ഫോൺസ് വലുപ്പം കൂട്ടി എഴുതുക, ചിലത് കുറച്ച് എഴുതുക, കളർഫുൾ ആക്കുക, പിക്ചർ ഉൾപ്പെടുത്തുക. ഇതൊക്കെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് നമുക്ക് ഉഷാറാക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ആഡ് ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്. അപ്പോൾ ലുക്ക് അറ്റ് ദ പിക്ചർ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള സംഭവമാണ്, അല്ലേ. there is a knife on the table, അല്ലേ. നൈഫ് എവിടെയുണ്ട്, ടേബിളിന്റെ മുകളിലുണ്ട്. പിന്നെയോ there are two hammers എവിടെയുള്ളത്, അതും ഓൺ ദ ടേബിൾ തന്നെയാണ്, അല്ലേ. അപ്പോൾ ഫ്ലവർ പോട്ട് എവിടെയുള്ളത്, ഫ്ലവർ പോട്ട് ദ കോർണർ ഓഫ് ദ റൂം, അല്ലേ. കോർണർ ഓഫ് ദ റൂമിലാണ് ഫ്ലവർ പോട്ട് ഉള്ളത്. കണ്ടില്ലേ, ഇത് അണ്ടർ, ബിഹൈൻഡ്. ഈ ഒരു സംഭവം നിങ്ങൾ നോക്കി വെച്ച് ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മളൊരു കോൺവെർസേഷൻ പറഞ്ഞു, ഒരു തോട്ട്സ് നമ്മൾ പറഞ്ഞു, പിന്നെ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു, അഡ്വർടൈസ്മെന്റ് നമ്മൾ പറഞ്ഞു. ഇനി വരാൻ പോകുന്ന സാധനം ആഡ് മോർ ലൈൻസ് ആണ്.
ആഡ് മോർ ലൈൻസ് ആണ്. അതൊക്കെ നമുക്ക് എന്താണോ അന്നേരം വരുന്നത് അതനുസരിച്ച് എഴുതാൻ വേണ്ടിയേ പറ്റൂ, അല്ലാണ്ട് എന്താ അപ്പം വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. വി കാൺട്ട് ഗസ് ദാറ്റ് ക്വസ്റ്റ്യൻസ്, നെവർ എവർ വി കാൺട്ട് ഗസ് ദാറ്റ് ക്വസ്റ്റ്യൻസ്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, എന്ത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് വരുന്നത് എന്നുള്ളത്. പക്ഷെ അതിനൊരു പിന്നെ എന്താ പറയുക, ഒരു കോമൺ ആയിട്ട് വരുന്ന അതിനൊരു എന്താ പറയുക ഒരു രീതിയുണ്ട്. ആ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സംഭവങ്ങൾ എൻ്റെ മക്കൾ ഏതായാലും നോക്കുക. ഓക്കെ, അതായത് ഇവിടെയൊക്കെ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാണ്ട് ഈ പിക്ചറൊക്കെ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് നോക്കുക. പിന്നെ കോൺവെർസേഷൻസ് ഉണ്ട്, കോൺവെർസേഷൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ ഈ ഒരു സംഭവം നമുക്ക് സാധാരണ രീതിയിൽ 3ാം ക്ലാസ് വരെ നമ്മൾ ചോദിക്കാറുള്ളൂ, ഇങ്ങനെയുള്ള സാധനങ്ങൾ 3ാം ക്ലാസ് വരെ ചോദിക്കാറുള്ളൂ. പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ ഈ സാധനവും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഞാൻ വെറുതെ ഇവിടെ ഒന്ന് വരച്ചിട്ടേക്കുന്നുണ്ട്. ഈ സാധനവും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ചിലപ്പോൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, റെഡി. അപ്പോൾ നിങ്ങളോട് കോൺവെർസേഷൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായാലും ഒരു 5 മാർക്സിന്റെ, ഒന്നുകിൽ ടീച്ചറെ പ്ലീസ് ലിസൺ ദ ടീച്ചർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്, അല്ലേ, ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മളോട് ടീച്ചർ ലിസൺ ചെയ്തിട്ട് നമ്മളോട് ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യാൻ വേണ്ടി പറയാം. അല്ലെങ്കിൽ they give us a paragraph. അവർ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാരഗ്രാഫ് തരും. then they ask to write the answers. അവർ നമ്മളോട് അതിൻ്റെ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് പറയാം. അങ്ങനെയുള്ള 2-3 ക്വസ്റ്റ്യൻ, അങ്ങനെയുള്ളതായിരിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പിന്നെ 6 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ ഉണ്ടാവുക. അപ്പോൾ 1ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ യു ഷുഡ് റൈറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻസ്. എന്തായാലും 1ാമത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതിയിരിക്കണം. 2 മുതൽ 5 വരെ 6 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ 4 ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതിയാൽ മതി, 1 ഓപ്ഷനബിൾ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് സാധാരണ രീതിയിൽ വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കോൺവെർസേഷൻ എന്തായാലും നോക്കിക്കോ. കോൺവെർസേഷന്റെ വേർഡ്സുകൾ, വാക്കുകൾ എവിടെ നിന്നൊക്കെ കിട്ടുമോ നോക്കിക്കോ. കോൺവെർസേഷൻ എഴുതി പഠിച്ചോ, തോട്ട്സ് എഴുതി പഠിച്ചോ, ആഡ് മോർ ലൈൻസ് നോക്കി പഠിച്ചോ, പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ എന്തായാലും നോക്കി പഠിച്ചോ, അഡ്വർടൈസ്മെന്റ് നോക്കി പഠിച്ചോ. അതേപോലെ തന്നെ അടുത്തത് പിന്നെ നമ്മൾ പറഞ്ഞ റിഡിൽസ് കാര്യങ്ങൾ, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് നോക്കി പഠിച്ചു. ഈ സാധനങ്ങളാണ് എക്സാംസിന് വരുന്നത്. വേറെ എന്തോ ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളൊന്നും അത് നിങ്ങളെ ആരും ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇംഗ്ലീഷ് ആണെന്ന് വിചാരിച്ചിട്ട് ഭയങ്കരമായിട്ടൊന്നും, തോട്ട്സ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാന്നുള്ളത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടില്ലേ. ഓ മൈ ഗോഡ്, ദാറ്റ് വാസ് ടുഡേ ഈസ് എ വെരി ഹാപ്പിയസ്റ്റ് ഡേ ഫോർ മീ, അല്ലേ, ഇന്നത്തെ ദിവസം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ, ഞാൻ ഇന്ന് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്, അല്ലേ. അല്ലെങ്കിൽ പിന്നെ ഓരോ തോട്ട്സ് എന്ന് പറയുമ്പോഴാ ഇപ്പോ ടോമിന്റെ ഒരു തോട്ട്സ്, അല്ലെ, ടോമിന്റെ ഒരു തോട്ട്സ് എഴുതാൻ വേണ്ടി പറയുകയാണെങ്കിൽ നമ്മൾ ടോമായി മാറിയിട്ട് നമ്മളാണ് ആ തോട്ട്സ് എഴുതുക, അല്ലെ. ടുഡേ ഈസ് എ വെരി ഗ്രേറ്റ്ഫുൾ ഡേ, അല്ലെ. അല്ലെങ്കിൽ ടുഡേ ഈസ് എ വെരി സാഡസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ്, അല്ലെ. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമം പിടിച്ച ദിവസമായിരുന്നു എൻ്റെ ജീവിതത്തിൽ, അല്ലെ. ഐ ഹാവ് സോ മെനി ട്രാജഡീസ് ഇൻ ടുഡേ, എനിക്കിന്ന് സോ മെനി ട്രാജഡീസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്നത്തെ ദിവസം ഉണ്ടായിട്ടുണ്ട്, അല്ലെ. അല്ലെങ്കിൽ ടുഡേ ഐ ഫീൽ നോട്ട് ഗുഡ്, ഞാൻ ഇന്ന് ടുഡേ ഐ ഫീൽ നോട്ട് ഗുഡ്, ഞാൻ ഇന്ന് എന്താണ് അത്ര വലിയ രസമായിട്ട് നല്ലൊരു ഇതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഐ ഫീൽ വെരി ബാഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഇത് തുടങ്ങാം. ഓ മൈ ഗോഡ്, വാട്ട് ഈസ് ദ ഡേ, ഐ നെവർ എക്സ്പെക്ട്, അല്ലേ, ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഐ നെവർ എക്സ്പെക്ട് ടുഡേ ഈസ് എ റോസ്റ്റ് ഡേ, അല്ലേ, ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു റോസ്റ്റ് ഡേ ആയിരിക്കും, അല്ലെ. ടുഡേ ഈസ് എ ബാഡ് ഡേ, ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു തോട്ട്സ് ആ ഒരു ഫ്ലുവൻ്റ്ലി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ട് എഴുതി കൊടുക്കാം. I think that's enough. We wanna conclude our video. And wish you guys you should get good mark in your examination. Don't worry about that. English is very, very easy. We wanna talk English, we wanna write English, we wanna speak English. You should practice daily. You should learn 4 or 5 days daily, and you are going to become a good speaker, good learner, good student. Anyway, we wanna conclude our video, and all wishes guys, and എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ബൈ, താങ്ക് യു.